മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഗ്രാമീണ ജനതയുടെ ആശാകേന്ദ്രമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ നയത്താൽ തൊഴിലില്ലായ്മ രൂക്ഷമായ ഒരു രാജ്യമാണ് ഇന്ത്യ. ഇവിടെ സാധാരണ ജനവിഭാഗം ആശ്രയിക്കുന്ന ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് 1.55 കോടി ഗുണഭോക്താക്കളെ ഒഴിവാക്കിയത് കേന്ദ്ര സർക്കാർ പറയുന്നത്. ലോക്സഭയിൽ ഗ്രാമീണ വികസന സഹമന്ത്രി കമലേഷ് പാസ്വാനാണ് ഇക്കാര്യം അറിയിച്ചത്. 2022-24 കാലത്താണ് പദ്ധതിയിൽ നിന്ന് ഭീമമായ വെട്ടിക്കുറവ് വരുത്തിയതെന്നും മന്ത്രി അറിയിച്ചു. വ്യാജ തെറ്റായ തൊഴിൽക്കാരുടെ ഗ്രാമത്തിൽ നിന്ന് താമസം മാറിയവർ എന്നിവരെയാണ് ഒഴിവാക്കിയതെന്നാണ് മന്ത്രിയുടെ വിശദീകരണം. UPA ഭരണത്തിൽ ഇടതു പാർട്ടികളുടെ ആവശ്യപ്രകാരം ആരംഭിച്ച പദ്ധതിയോട് മോഡി സർക്കാർ ആരംഭകാലം മുതൽ ചിറ്റമ്മ നയം സ്വീകരിച്ചു വരികയായിരുന്നു. നേരത്തെ ബാങ്ക് വഴി വിതരണം ചെയ്തിരുന്ന വേതനം ആധാർ അധിഷ്ഠിത സംവിധാനത്തിലേക്ക് മാറ്റാൻ കേന്ദ്രം നിർദ്ദേശിച്ചതോടെ ലക്ഷക്കണക്കിന് പേർ പദ്ധതിയിൽ നിന്ന് പുറത്തായിരുന്നു. സ്മാർട്ട് ഫോൺ സാങ്കേതികവിദ്യയുടെ അഭാവം, ഇന്റർനെറ്റ് അപര്യാപ്തത എന്നിവ കാരണം ABPS സംവിധാനം തൊഴിലാളി സൗഹൃദമല്ലെന്ന് പരാതി വ്യാപകമായി ഉയർന്നിട്ടും തീരുമാനത്തിൽ നിന്ന് പിന്നോക്കം പോകാൻ സർക്കാർ വിസമ്മതിച്ചതോടെയാണ് ലക്ഷക്കണക്കിന് പേർ പുറത്തായത്. തൊട്ടു പിന്നാലെയാണ് 1.55 കോടി പേരെ ഒഴിവാക്കിയതെന്ന് കേന്ദ്രമന്ത്രി പാർലമെന്റിൽ ചോദ്യത്തിന് മറുപടിയായി അറിയിച്ചത്. 2014 അധികാരത്തിലേറിയത് തൊട്ട് മോഡി സർക്കാർ തുരങ്കം വയ്ക്കാൻ ലക്ഷ്യമിട്ട പദ്ധതിയാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ഈ നീക്കങ്ങൾക്കെതിരെ പാർലമെന്റിനകത്തും പുറത്തും വലിയ ചെറുത്തുനിൽപ്പാണ് ഉണ്ടായത്. ഗത്യന്തരമില്ലാതെ തൊഴിലുറപ്പ് പദ്ധതി തുടരുമെന്ന് പാർലമെന്റിൽ നരേന്ദ്രമോദിക്ക് പ്രഖ്യാപിക്കേണ്ടി വന്നു. അപ്പോഴും നിശ്ചിതമായ പരിഹാസമാണ് മോഡിയിൽ നിന്ന് ഉണ്ടായത്. സംസ്ഥാനങ്ങൾക്കുള്ള പദ്ധതി വിഹിതം വൈകിപ്പിച്ചും തൊഴിൽ ദിനങ്ങൾ കുറയ്ക്കുന്ന തരത്തിൽ നിബന്ധനകൾ വെച്ചുമൊക്കെയാണ് പദ്ധതിയുടെ ആകർഷണീയത കുറയ്ക്കാനായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ നീക്കം. 2019 ജൂലൈയിൽ അന്നത്തെ കേന്ദ്രമന്ത്രി നരേന്ദ്ര സിംഗ് തോമർ തൊഴിലുറപ്പ് പദ്ധതി എല്ലാ കാലവും തുടരാൻ കേന്ദ്ര സർക്കാരിന് താല്പര്യമില്ല എന്ന് പാർലമെന്റിനെ നേരിട്ട് അറിയിച്ചു. UPA സർക്കാർ ഇടതുപക്ഷത്തെ ആശ്രയിച്ച് ഭരണം നടത്തുന്ന കാലത്താണ് പദ്ധതി ആരംഭിച്ചത്. അതും മനസ്സില്ലാ മനസ്സോടെയാണ് മൻമോഹൻ സിംഗ് സർക്കാർ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചതും. ഇടതുപക്ഷത്തിന്റെ കടുത്ത സമ്മർദ്ദത്തിന്റെ ഫലമായാണ് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കാൻ ഒന്നാം UPA സർക്കാർ തയ്യാറായത് തന്നെ. തൊഴിലുറപ്പ് പദ്ധതി പൊളിക്കാൻ രണ്ടാം UPA സർക്കാരിന്റെ കാലത്ത് ശ്രമം തുടങ്ങിയിരുന്നു. പിന്നീട് മോഡി സർക്കാർ അധികാരത്തിൽ വന്നതോടെ പദ്ധതിയുടെ ദുർഗതി ആരംഭിച്ചെന്ന് പറയാം. ബജറ്റ് തുക ഗണ്യമായി വെട്ടിക്കുറച്ചും കേന്ദ്രം അവഗണന തുടർന്നപ്പോഴും തൊഴിലുറപ്പ് തൊഴിലാളികളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ ചെയ്തത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുന്ന തൊഴിലാളികൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ക്ഷേമനിധിക്ക് LDF സർക്കാർ തുടക്കം കുറിച്ചത്. ക്ഷേമനിധിയിൽ രജിസ്റ്റർ ചെയ്ത തൊഴിലാളി പ്രതിമാസം 50 രൂപയും തുല്യമായ വിഹിതം സർക്കാരും അടയ്ക്കും. ഇപ്രകാരം ലഭിക്കുന്ന തുക തൊഴിലാളികളുടെ പെൻഷനും മറ്റ് ക്ഷേമ പ്രവർത്തനങ്ങൾക്കും വിനിയോഗിക്കുന്നതാണ്. 60 വയസ്സ് പൂർത്തിയായിട്ടുള്ള അംഗങ്ങൾക്ക് പെൻഷൻ ലഭ്യമാക്കും. 10 വർഷത്തിൽ കുറയാത്ത കാലത്തേക്ക് അംശാദായം അടച്ചിട്ടുള്ള ഒരംഗം മരണപ്പെട്ടാൽ കുടുംബ പെൻഷൻ ലഭിക്കും. അസുഖമോ അപകടമോ കാരണം മരണപ്പെട്ടാലും സാമ്പത്തിക സഹായം നൽകും. തൊഴിലിൽ ഏർപ്പെടാൻ കഴിയാത്ത സാഹചര്യം മൂലം നിധിയിലെ അംഗത്വം അവസാനിപ്പിക്കേണ്ടി വന്നാൽ ഒരംഗം അടച്ച അംശാദായം മുഴുവൻ സഹിതം മടക്കി ലഭിക്കും. ഗുരുതരമായ രോഗം ബാധിച്ച അംഗങ്ങൾക്ക് ചികിത്സയ്ക്കായി സാമ്പത്തിക സഹായം നൽകും. അംഗങ്ങളുടെ മക്കളുടെ പഠനത്തിനും വിവാഹത്തിനുമടക്കം സാമ്പത്തിക സഹായം ലഭ്യമാക്കും. എന്നാൽ ഈ വെല്ലുവിളിയെ മറികടന്ന് തൊഴിലുറപ്പ് പദ്ധതിയെ ശക്തിപ്പെടുത്താൻ കേരളത്തിൽ LDF സർക്കാരിൻ്റെ സാധിച്ചു. തൊഴിലുറപ്പ് പദ്ധതിയെ കൂടുതൽ മികവുറ്റതാക്കി സാമൂഹിക പുരോഗതിക്ക് ഉപയോഗിക്കുക എന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ ലക്ഷ്യം. അതിൻ്റെ ദൃഷ്ടാന്തമാണ് കേരളം രൂപീകരിച്ചു വരിക്കുന്ന തൊഴിലുറപ്പ് തൊഴിലാളി ക്ഷേമനിധി ബോർഡ്.